പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും. വളരെ സിമ്പിളായിട്ട് റെസിപ്പിയാണ്. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു ചെറിയ വെള്ളരിക്ക, നല്ല നനുത്തായിട്ടുള്ള വെള്ളരിക്ക ഒരെണ്ണം കിട്ടിയപ്പോൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ വെള്ളരിക്ക ഇങ്ങനെ തോലൊക്കെ കളഞ്ഞ് നന്നായി കഷ്ണം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരം, തൈര്, പച്ചമുളക്, കറിവേപ്പില. ഈ നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാൻ നമുക്ക് കുറച്ച് ജീരകം വേണം, കുറച്ച് കടുകും വേണം കേട്ടോ. അത് അരയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിലൊന്നും വേവിക്കേണ്ട, ജസ്റ്റ് ഇത് വേവാൻ വേണ്ട മാത്രം വെള്ളം വെക്കുക. കാരണം പച്ചടി അറിയാലോ, ഒരുപാട് വെള്ളത്തിലൊന്നും ഉണ്ടാക്കണ്ടേ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ച്, വെള്ളരിക്കയിലെ കുക്കറിലൊന്നും ഇടണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ വെള്ളരിക്കയിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അതായത് കുറച്ച് വെള്ളം, വെള്ളരിക്കയുടെ ഒരു ലേശം ഒരു തുണ്ട് മുകളിൽ നിൽക്കണ വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളക് ഞാൻ അതിൽ കീറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി വെന്ത് വരട്ടെ. ഒരുപാടൊന്നും വേവണ്ട, ഒന്ന് ജസ്റ്റ് വെന്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ അത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട നാളികേരം അരച്ചെടുക്കാം. ഇപ്പോൾ പച്ചടിയിലേക്കുള്ള നാളികേരം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഏകദേശം ഒരു മീഡിയം ലെവലിലുള്ള തേങ്ങയുടെ ഒരു മുറി നാളികേരത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകമാണ് കേട്ടോ. ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിന് എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതിൽ നിടയിൽ കയറിയിട്ട്. ഇനി ഞാൻ ഒരു 2-3 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതിൽ കടുക് ചേർക്കണം പച്ചടിക്ക്, അതറിയാലോ. പക്ഷെ അത് ഈ നാളികേരം ഒന്നും കൂടെ അരഞ്ഞ് വരുമ്പോഴേ ചേർത്ത് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ കടുക് ഒരുപാട് അരഞ്ഞിടിച്ചെങ്കിൽ കയ്പ്പരസം വരും. പിന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നത്, ഒരു മണത്തിന് വേണ്ടി മാത്രം. പിന്നെ ഞാൻ ഇത് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളത്തിലല്ല അരയ്ക്കുന്നത്. ഇതിന് വേണ്ട പുളിക്കുള്ള തൈര് ഇത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടില്ലേ, അത് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേവ് വേണ്ടു. ഇതറിയാലോ, ഒരു ഗ്ലാസ് പോലെയാവും ഇത് വെന്ത് കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. കുമ്പളങ്ങി വെള്ളരിക്കൊക്കെ വേവുമ്പോൾ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് ഇതാവേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരം ഇതിൽ ചേർത്ത് കൊടുക്കാം. അത് നാളികേരം ഞാൻ പറഞ്ഞല്ലോ, ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ പുളിക്കുള്ള തൈരും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചേക്കണത്. കൂടാതെ ലാസ്റ്റായിപ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഈ പച്ചടിയിലേക്കൊക്കെ അരയ്ക്കണ സമയത്ത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ഇതങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഒരു പിരിവിരിങ്ങനെ ഇരിക്കേണ്ടത്. അല്ലാണ്ട് ഒരുപാട് അരച്ച് സ്മൂത്താക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല പച്ചടിക്ക്. പച്ചടി എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറച്ചൊന്ന് തിളച്ചിട്ട് ഒരു പച്ച ഇത് വേണം, അതാണ് പച്ചടി. പിന്നെ ഇതിൽ ചിലർ പറയുന്നുണ്ട്, ചില നാട്ടിലുള്ള ആൾക്കാർ ഇതിൽ ജീരകം ചേർക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ ജീരകം ചേർത്തിട്ട് തന്നെയാണ് അരയ്ക്കുക കേട്ടോ. അത് കാരണം കൊണ്ട് നമ്മളതാണ് കണ്ടു വളർന്നിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ആ രീതി പിന്തുടർന്ന് പോരുന്നു. ഏതായാലും അവനവൻ്റെ നാട്ടിൽ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുക. നല്ല ഏത് രീതി ചെയ്താലും അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അത്രയേ ഉള്ളൂ, ഇതിൽ കാര്യമില്ല വേറെ കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുക. രീതികൾ ഇതെങ്ങനെയാണ് ചേർക്കുന്ന ചേരുവകളിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും. അതിപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ അരച്ചു കൊടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളക്കട്ടെ. ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് തിള വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ നാളികേരമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രേ ആവേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ ഒരു കുറുകിയ രൂപത്തിലാണ് പച്ചടി ഉണ്ടാവുക. അല്ലാണ്ട് ഒരുപാട് വെള്ളത്തിലൊന്നും അല്ല ഉണ്ടാക്കേണ്ടത്. പക്ഷേ അല്ല, ഇനി ഇത് ഒറ്റ കറിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ സാധാരണ ഇങ്ങനെ നമ്മൾ ഇലയില കുളമ്പുമ്പോൾ കണ്ടിട്ട് ഒരു ഭാഗത്ത് അവിടെ കുളമ്പി അങ്ങോട്ട് നിൽക്കും. അപ്പോൾ അത് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വറവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറവ് ചേർത്തുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വെളിച്ചെണ്ണ മാത്രമാണ് ഇതിന് വറവിലിടാൻ പാടുള്ളൂ. ശരിക്കുള്ള നാടൻ കറിയുടെ രുചിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട എണ്ണ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലൊന്നും കൊടുക്കരുത്. ശരിക്കും വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ കണ്ടോ നമ്മുടെ ഗുണ്ടുമണി മുളകും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. വറുത്തിടാനായിട്ട് വറുത്തിടാനേ ഇതെങ്ങനത്തെ ഉണ്ടമുളകില്ലേ, അതാണ് കേട്ടോ കൊടുക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇത് കാണാൻ. പിന്നെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് സാധാരണ പോലെ തന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഗ്യാസ് ഒന്ന് അങ്ങോട്ട് ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതായി വറവ് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പച്ചടി അടിപൊളി തയ്യാറായി വന്നു. വെള്ളരിക്ക പച്ചടി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെള്ളരിക്ക പച്ചടി ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാവും എനിക്കറിയാം. പക്ഷേ എന്നാലും എന്തെങ്കിലും വ്യത്യാസത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണം. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യത്യാസത്തിൽ ഒന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ്. ഇത് വെള്ളത്തോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ഇതായിട്ടാണ്, ഇതുപോലെയാണ് സാധാരണ പച്ചടി ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മളൊരു ഒഴിച്ചു കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ രണ്ടാമതായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. അല്ല വെറും ഈ ഒരു കൂട്ടാനായാലും അതിൻ്റെ കൂടെ എന്തെങ്കിലും മെഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും ഓക്കെ, അല്ലെങ്കിലോ ഒരു പപ്പടം ഉണ്ടെങ്കിലും സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി തയ്യാറായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് നമ്മൾ എന്നും ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.